ഹലോ ഗേസ്, ഇന്ന് നമ്മൾ പുതിയൊരു മൈൻക്രാഫ്റ്റ് ഒരു സീരീസ് തുടങ്ങണം. നമ്മൾ അതെ മൈൻക്രാഫ്റ്റ് സർവൈവൽ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ് ലെറ്റ്സ് പ്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു അങ്ങകലെ ആടുജീവിതത്തിൻ്റെ മരുഭൂമിയിലാണ് നമ്മൾ ഇവിടെ സ്പോണായേക്കുന്നത്. അത് നമുക്ക് മുയിലാപ്പി ചെക്കന് മുയിലത്തെല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുക്കണം. മുയിലിറച്ചി ഫ്രൈ ചെയ്തില്ല നമുക്ക് രാത്രി. പെട്ടെന്ന് തന്നെ അപ്പുറത്തെ ഐലൻഡിലോട്ട് കിടക്കട്ടെ. രാത്രി നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യൂടാ? അയ്യോ, ഷീപ്പിനൊന്നും കാണില്ല. ഇത്ര പെട്ടെന്ന് രാത്രിയായോ? എന്താ ഞാൻ ഇത്തിരി നേരം അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയായിരുന്നു. ഇവിടെ മരുഭൂമി മാത്രമല്ല ഇവിടെ. അടുത്തവൻ അവൻ നമുക്ക് വേണ്ട ആവശ്യം. എൻ്റെ പുറകെ സമയം. അയ്യോ, പണി കയറും. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കും. സ്റ്റിക്ക് ദിവസം നിലത്തോട്ട് പോയാലിപ്പോൾ ചത്ത് കൊലഞ്ഞാണ്. ചത്താവൂല, എന്നാലും നമുക്ക് ഡാമേജ് എടുക്കണം. അത് പൊട്ടിക്കാളോ? ചിലത് പൊട്ടിക്കാൻ നോക്കാൻ പറ്റും. വടി വെച്ചടിക്കോളാം. ഓ എൻ്റെ അമ്മ, എന്തുവാണത്? പിന്നെ മുയലിനെ പിടിക്കാൻ എത്തിരി പണിയാണ്. ഒരു മാങ്ങാത്തൊലി ഉണ്ടാക്കാൻ പറ്റും. രാത്രിയാകുമ്പോൾ കുറേ വേട്ടാവളിയന്മാരെ ഓടി വരും. നമ്മളിപ്പോൾ എന്ത് ചെയ്യുമല്ലയ്യാ? അയ്യോ, രാത്രിയാവണ്ട ഇപ്പം തന്നെ എത്തി. എന്തിനു സൂക്കണം എനിക്ക് വിളിച്ചു വരക്കണം. ആർക്ക് നഷ്ടം? നിനക്ക് നഷ്ടം, എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ, കുതിരപ്പുറത്തേറിയ സൈന്യാധിപൻ. അയ്യോ കുതിരപ്പുറത്തേറിയ സൈന്യാധിപൻ. അയ്യോ, ഇവന്മാരുടെ കുഴപ്പമൊന്നും. ഇവന്മാരുടെ ഓരോ അടിക്കുന്നല്ല, ഒട്ടാത്തിൻ്റെ പുറത്താണ് കേൾക്കണേ. അറബിയുടെ മോൻ അമ്പിടാ. നമുക്ക് ഇട്ട് നോക്കടാ. ഒക്കെ വെട്ടി കീറി കത്തിക്കും ഞാൻ. എന്തിനാന്ന് മാത്രം എന്നോട് ചോദിക്കുക. ആവശ്യം വരും. സമ്മാനം കാറ്റാ പോയി. യോ, തെക്കോട്ട് നോക്കിയിരുന്നു. ഇപ്പൊ തരാളാ. യോ, പൊട്ടന്മാരെന്നെ കണ്ടില്ല. പോടാ. അയ്യ മണ്ട. തെക്കോട്ട് നോക്കിയിരിക്കുന്നത് മണ്ട. അയ്യേ ബി. ഹായ് മച്ചാൻ, എന്തൊരു മച്ചാൻ. അയ്യോ, സ്കെൽറ്റൻ മച്ചാൻ. കവച്ച വെച്ച് ചാടിയില്ലെങ്കിൽ എന്നല്ല. അയ്യോ, എവിടെ എന്തോ ഗ്ലിച്ചടിച്ചടാ. എല്ലാവരും സ്ഥലത്ത് എത്തിയില്ലേ? ഞാൻ ഈ വേൾഡിൽ എപ്പോഴും കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണം ചെയ്ത് സീരിയസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എന്തോ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. മറന്നു എന്ത് ചെയ്യാനാണ്. അപ്പം അങ്ങനെ എനിക്ക് ടിങ്ങിനും ഇതെല്ലാം ഉണ്ടാക്കുന്നു. ഇവന്മാരുടെ മെയിൻ കുഴപ്പമാണ് മരുഭൂമിയിലാണ്. ഞാൻ ഇപ്പോൾ തുടങ്ങുന്ന ഒട്ടുമിക്ക വേൾഡുകളും മരുഭൂമിയിലാണ് തുടങ്ങുന്നത്. വെള്ളത്തിലിറങ്ങിയ ടൗണിൻ്റെ ശല്യം അതേ വന്നല്ലേ പറഞ്ഞ് തീർന്നു. ഇപ്പൊ തരാം. തെക്കോട്ട് നോക്കിയിരുന്നു. ഡയലോഗ്. ഞാനതങ്ങ് എടുക്കുക. എനിക്കിത് വേണം, ഞാനതങ്ങ് എടുക്കുക. ഇതാര് പറയണേന്ന് പറയണ കമൻറ്റ് ചെയ്തിങ്ങ. ഇതാരാ പറയണേ? ഞാൻ പറയണത് ആരാ പറയണ? എനിക്കത് വേണം, ഞാനതങ്ങ് എടുക്കുക. ഇതാരാ പറയണത്? നിങ്ങൾ കമൻറ്റ് കറക്റ്റ് ചെയ്യോ. കമൻറ്റ് ചെയ്യണ ആൾക്ക് ആളുടെ പേര് ഞാൻ പറയുന്നതായിരിക്കും. കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. ഇടയ്ക്ക് വിളിച്ചടിക്കണ്ടാ. ഒരു മിനിറ്റ്, ഞാനത് എന്താന്ന് നോക്കട്ടെ. വിളിച്ചൊന്നുമല്ല, എൻ്റെ കൈ കറത്തിട്ടാ. എന്നാലും മറ്റേ ഇതിൻ്റെ മണ്ടയിൽ കയറുന്ന സോംബിയില്ലേ, സീനില്ലേ, വീക്ക്നെസ് ഉണ്ടാ. മറ്റേ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇതില്ലേ, അത് അവനിട്ട് അവൻ്റെ അടുത്തുണ്ട്. അയ്യോ സ്കെൽറ്റൻ. ഇവിടുന്ന് ചാടിയല്ല പഠിച്ചോനി, നമ്മള് കാത്തോളി. ചത്തില്ല ഭാഗ്യം.
കുറച്ചോനെ കാത്തില്ല നമ്മൾ കത്തും. അയ്യേ അയ്യില്ല ഈ സാധനം ഇതെന്തെന്ന് എന്തായാലും കിട്ടിയില്ല. ഇനി പറഞ്ഞിട്ട് ഇതിൻ്റെ മണ്ടയിൽ അങ്ങനെ കയറി. മഷ്റൂം ഉണ്ടാകും. മഷ്റൂമിൻ്റെ ഉള്ളിൽ വീടുണ്ടാക്കാൻ എൻ്റെ അറിവിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ മീമികളൊക്കെ ഉണ്ടാവും. കളിയായി വിളിക്കുന്ന മീൻ. ഏത് എന്ത് സാധനം? അശി അശി ഓ ഇതിൻ്റെ അകത്തുണ്ടോ പണ്ടാർക്കാടുന്ന ചെളിയിൽ തെന്നിയൊന്നും വീഴില്ലടാ മോനെ നീ. അയ്യോ പുറകത്തന്നെ ഉണ്ട്. അതോ ഏതെങ്കിലും ഒരു വഴി ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഇവിടെ വെയിറ്റ് രാവിലെ ആണല്ലോ. നിങ്ങൾക്ക് രാവിലെ ആണവരെ വെയിറ്റ് ചെയ്യിപ്പിക്കണം. നമുക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. നോക്കി നിനക്ക് എന്നെ വേണോ? പുലർച്ചെ 6:60. പുലർച്ചെ 6:50. ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ജോസ്. യോ പ്രത്യേകതരം മ്യൂസിക്. മേത്തോട്ട് അമ്പൂട്ട് പോസനാരാ പട്ടികള്. എടാ പട്ടി. അയ്യോ എന്താണത്? ആ മുള്ളിൻ്റെ മണ്ടയിൽ ചവിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് കാട് കിടക്കണം. അത് ഇങ്ങോട്ട് പോയി നിങ്ങൾ ബോറടിപ്പിക്കാണ്ട് സ്ഥലത്ത് ഇതിപ്പ തിരിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടണ സ്വർണം കിട്ടിയാ അതിൻ്റെ അടിയിൽ മറ്റേ പ്ലേറ്റ് ഉണ്ട്. അതൊക്കെ പോയി എടുത്ത് കോരി എടുത്തോളണം. ഞങ്ങൾ സെറ്റ്. മണ്ണും ചാരി നിന്ന് അവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞാല് ചത്തു. അടിയിലോട്ട് വരുമ്പോ ചെറിയ പിക്കാക്സ് ഉണ്ടാക്കായിരുന്നടാ നമുക്ക്. സെറ്റ് മരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ട്. ടെമ്പിള് സ്പോട്ട് ചെയ്ത് വെച്ചോ. മരമൊന്നുമില്ല കേസ് ഇവിടെ. അപ്പം നമുക്ക് 2-3 ഡേറ്റ് എടുക്കുക ഇവിടെ നിന്ന്. എന്തിനാന്ന് പറയട്ടെ ടെമ്പിളിൻ്റെ അടിയിലോട്ട് പോകണതിനും ഇത്തിരി സേഫ്റ്റി. അതെന്തിനാന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. വെറുതെ ഒരു രസം എന്നെനിക്ക് ഞാൻ പറയത്തുള്ളൂ. കയ്യിരിക്കട്ടെ ആവശ്യം. നല്ല ആടുണ്ട് അവിടെ. അതാണ് നല്ല ആടുണ്ട്. അത് ഇങ്ങോട്ട് കയറിയാറുണ്ടല്ലോ. എല്ലായിടത്തും ഉണ്ട്. ഇവളപ്പോൾ പൊട്ടിച്ച് വെച്ച് വരാ. ഞാൻ ലാഗടിപ്പിക്കാനുള്ള ആദ്യം. അപ്പം നേരെ ഡെസേർട്ട് സൈഡിലൊക്കെ ഉണ്ടാവും മറ്റു സാധനങ്ങളൊക്കെ. ചെസ്റ്റൊക്കെ. അയ്യോ നീ പുറത്തൊന്ന് പൊട്ടിക്കോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടല്ലേ. ആകെ കിട്ടിയ സ്വത്താണ്. മൊജാങ്ങ് പണി തരാൻ വേണ്ടി വിട്ടേക്കാണ്. ഇതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ഡെസേർട്ട് ടെമ്പിളിൻ്റെ ചുറ്റും ഞാൻ ഇട്ട് ഓടിക്കൂടാ. മോനെ ഇവിടെ കറക്റ്റ് എടാ. അതിപ്പോൾ നമുക്ക് ഗുണമല്ല. എല്ലും കൂടങ്ങളാ. എല്ലാം കൊണ്ട് വെച്ചേക്കണം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള്. വെള്ളം താടേ മര്യാദക്കൊല്ല വെള്ളം. എടാ TNT ഇട്ട് കിടന്നു. വേറെ കണ്ട് TNT ഒന്നിനും കൊള്ളാത്ത. ഞാനിപ്പോൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇടാൻ വരാൻ വന്നത്? സ്റ്റിക്കാണ് പ്ലാങ്കും ഇല്ല ഇതിനകത്ത്. ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഇത് ഞാൻ ആദ്യം. എടാ ഇതുണ്ട് ഇത് നല്ല നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഒരിക്കലും കളയരുത്. നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് നമ്മളെ ആർമറിലൊക്കെ ഡിസൈൻ ചെയ്യാം.
രാത്രി ഇവിടെ തങ്ങാടി. ആ ഇനി അല്ല എനിക്ക് വഴിയറിയാം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതെ നേരെ ഞങ്ങൾ പോയാൽ മതി. ഓ വഴിയറിയാം പേടിക്കണ്ട. ഞാൻ അവിടെ എത്തിയിട്ട് റെക്കോർഡ്. അമ്മതേ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. വീണ്ടും പോവാ സ്ഥലം കാര്യമാക്കാവാ. ഇവിടെ നിന്ന് മുങ്ങട്ടെ. ഒരു മാങ്ങാത്തൊരു ഇല്ല. സ്ട്രിങ് ഉണ്ട്. സ്ട്രിങ് നമുക്ക് ആവശ്യമില്ലല്ലോ. ഗോൾഡൻ ആപ്പിൾ നല്ലതാ. അപ്പോൾ ഞാനൊരു വന്ന വഴി വെച്ച് മറ്റേ ഈ വില്ലേജറിനെ കണ്ടിട്ടുണ്ടായത്. മറ്റേ ഒരു തുപ്പണ സാധനത്തിനൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന വില്ലേജറില്ലേ, അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ ഇന്നെങ്കിലും ആടുജീവിതം കഴിയുമോ? ഒരു വില്ലേജിലെത്തി. അങ്ങനെ പണ്ടാറല്ല ദൈവൻ്റെ വിളി കേട്ട് എൻ്റെ അമ്മോ. എന്തൊക്കെയുണ്ട് വില്ലേജർ മാമന്മാരെ. വല്ലതും ഞാൻ വല്ലതും ഉണ്ടാവില്ല. വിഷമിട്ട് പാടില്ല മനുഷ്യൻ. എന്തത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? ഈ സാധനം ഇല്ലല്ലോ അല്ലേ? ശരിയെന്നാ. ബ്രെഡ് ഉണ്ടാക്കി കൂടെ നമുക്ക്. ഈ സാധനം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാ വെറുതെ പേടിക്കും. ഇത് മരം പോലും ഇല്ലല്ലോ ഇവിടെ പണ്ടാറണം. മരവുമില്ല, ഒന്നുമില്ല. ബ്രെഡ് വല്ലതും തിന്നാൻ കിട്ടുമോ? ബ്രെഡിൻ്റെ റെസിപ്പി അതിലല്ലേ. വില്ലേജ് വിട്ടെറിഞ്ഞങ്ങനെ പോവാൻ ഞാൻ. എവിടെയാണെങ്കിൽ ഒരു മരം പോലും ഇല്ലല്ലോ. മരം അടുത്താണെങ്കിൽ ഒരു മാങ്ങാത്തൊലിയും ഇല്ല. പിന്നെ ട്രൈഡ് ചെയ്യാൻ നിക്കടാ. ഈ നോർമലാണല്ലേ, സാധാ വില്ലേജറിൻ്റെ അടുത്ത് എന്ത് കോപ്പട്രൈഡ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന മരടുത്തൊന്ന് ട്രൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ബെഡ് തിന്നാൻ വല്ലതും ഉണ്ടോ? തിന്നാനായിട്ടൊന്നുമില്ല. അയ്യേ എന്ത് പറ്റി? ഇതാര് വിളിച്ചളഞ്ഞത്? ടോർച്ച് കിട്ടി. ഇവനിപ്പോൾ വിശന്ന് ചാവും. കയ്യിലൊരു മുയലിറച്ചുണ്ടായിരുന്നില്ല, അതെന്ത് ചെയ്യേ? ഇവൻ്റെ വിശപ്പാണ് നമ്മളെ വിശപ്പോലും. നിന്നെ ഞാൻ കൊല്ലും അമ്മണിക്കുട്ടി പേടിക്കണേ. അമ്മണിക്കുട്ടീനെ ഞാൻ തീർത്തോളാം. അമ്മണിക്കുട്ടീൻ ചത്ത്. അപ്പം അമ്മണിക്കുട്ടിയുടെ ഇറച്ചി കിട്ടി. അമ്മണിക്കുട്ടി പോയി. ചമ്മയ്ക്കോ അമ്മണിക്കുട്ടി. നമുക്ക് ബെഡ് ഉടച്ചിട്ട് കൂക്കാൻ പറ്റിച്ചവിടെ നടന്നതാ. ഇതിൻ്റെ എപ്പിസോഡ് 2 ഇറക്കണമെങ്കിൽ എല്ലാവരും പറഞ്ഞാലും ഞാൻ ഇറക്കിക്കോളാം തന്നെ. ടവറാ, ഈഫിൽ ടവറാണ്. അയ്യോ എത്ര പച്ചപ്പുണ്ടായിട്ട് ഒരു മരം നട്ട്. എന്താണിത്? സോംബി. എനിക്ക് ഇതിൻ്റെ ഇറച്ചിരുന്നു. ആ ഭാഗം ഇനി കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇപ്പം ഇതെന്ത് ഈഫിൽ ടവറോ ചിക്കണ സാധനം? ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ? ഒരു ചെടിച്ചട്ടിയും ഒരു ഉണങ്ങിയ ചെടിയും പിന്നെ ഒരു പേട്ട ബെഡും വെക്കാനാണ് ഇത്രയും വലിയ സാധനം ഉണ്ടാക്കി. ഈ വില്ലേജ് ഇപ്പൊ നെതറൈറ്റ് സോഡൊക്കെ കിടക്കണ്. ഇതെന്താണിത്? നെതറൈറ്റ് സോഡൊക്കെ കിടക്കണേ. എന്തോ ഗ്ലിച്ചാട്ടിയെന്നൊന്ന് പണ്ടാറും. വെറുതെ നെതറൈറ്റ് സോഡ ഇട്ടിരിക്കും. ഹായ് ചാവട നായേ. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ അങ്ങനെ താഴെ ഇറങ്ങിയാൽ പോരെ. ഇത്ര കഷ്ടപ്പാടെന്തിനാ? ക്രാഫ്റ്റിംഗ് ടേബിളിലല്ല എപ്പോഴും. ഇപ്പം ആരുടെ അടുത്തും ക്രാഫ്റ്റിംഗ് ടേബിളിലെ ഒരു പേട്ട ബെഡും ചെടിച്ചട്ടിയും മാത്രമേ ഉള്ളൂ. ദേ പഴം പോലെ ചെടിച്ചട്ടിയിൽ ക്യാക്ടസ്. ഞാൻ ദാരിദ്ര്യം പിടിച്ചൊരു വില്ലേജ് ഞാൻ ആദ്യമായിട്ടാണ്. അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. പിക്കാക്സ് ഉണ്ടാക്കാനുള്ള വടിയില്ലേ?
വടി നമുക്ക് ഒപ്പിക്കാവുന്നുള്ളൂ. വടി ഇവിടെ എവിടെയെങ്കിലും എന്താണ് മലക്കമ്മറിയാണ് അവിടെ കിടന്നത്. ഓ കണ്ട ആവശ്യമുള്ള സമയത്ത് വടിയും കിട്ടൂല, ഒന്നും കിട്ടൂല. ഒരു വടി 2 വടിയായിട്ടുണ്ട്. വടിക്ക് ക്ഷാമമായി ഇപ്പം. ഇല്ലില്ല, 3 വടി കിട്ടി. അപ്പോൾ ഓരോ വീണ്ടും നടന്നു. ഉള്ള മീറ്റുകൾ നിന്ന് തീർത്ത് പൂച്ച സാറാണുള്ളത്. പൂച്ചാണ്ടി സാർ. ഞാൻ ഇതെങ്ങാടാ പോണത്? ഹൈ, അവിടെ എങ്ങാണ്ട് വരുന്നില്ലേ ക്രാഫ്റ്റിംഗ് ടേബിളുള്ള വീട്? മറ്റേ ഉണങ്ങി എടുത്തിട്ടുള്ള വീട്, അതേ എടുക്ക. പൂച്ചാണ്ടി ഇറങ്ങിപ്പോ. നമ്മുടെ വീടാണ് ഇനി തൊട്ടത്. അയ്യത് സ്റ്റോണല്ല, സ്റ്റോൺ എനിക്ക് അത്യാവശ്യമാണ്. സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം. നമ്മ അങ്ങനെ ഒരു വില്ലേജാണ്, പക്ഷേ ഈ വില്ലേജ് കുറേയൊക്കെ തകർന്നു പോയി എന്തോ കാരണത്തായി. ഏതൊരു മോൺസ്റ്റർ ഒന്നും ഇവിടെ തകർക്കുന്നു. ഓക്കെ, ഇത്ര സ്റ്റോൺ മതി. ഇതൊക്കെ എന്തിനാ എൻ്റെ അടുത്ത്? അയ്യോ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കണോ അല്ലെങ്കിൽ വേറെ സ്ഥലം? ഇത് കണ്ട നിങ്ങൾ എന്താണ് ഈ കാട്ടി വെച്ചേക്കണം? പഴമയുള്ള കുത്തി വെച്ചേക്കണം വലിക്കണം. ക്രിയേറ്റിവിറ്റിയാന്ന് തോന്നുന്നു. പൂച്ചാണ്ടി എന്നെ പുല്ലോട് വേണ്ട. പൂച്ചാണ്ടി പൂച്ചാണ്ടി നിൽക്കടാ. പൂച്ചയുടെ അടുത്ത് സ്ട്രിങ്ങാ, വെറൈറ്റി സ്ട്രിങ്ങാണുള്ളത്. സത്യം പറടാ, നീയല്ലടാ സരസപ്പൻ. എന്തെങ്കിലുമൊക്കെ അപ്പനായിക്കോട്ടെ. നീ മറ്റേവനല്ലടാ. അല്ലേ, നീ മറ്റേവനല്ലേ? നീ എവിടെ ഉള്ളത്? നീ എവിടെ ഉള്ളതെന്ന്? കാട്ടാക്കട. നീ കാട്ടാക്കട ഉള്ളല്ലേടാ? നീ കാട്ടാക്കട ഉള്ളല്ലേ? കാട്ടാക്കട ഉള്ള രമേശ് നിനക്കറിയോളാ? അല്ല പിന്നെ അവൻ കാട്ടാക്കട രമേശിനെ അറിയൂല പോലും. നിനക്കറിയോളാ കാട്ടാക്കടയുള്ള രമേശിനെ? നിനക്കറിയൂലേ? ഓളാ കാട്ടാക്കടയുള്ള രമേശിനെ അറിയാത്തവന്മാര്. നിനക്കറിയോളാ കാട്ടാക്കടയുള്ള രമേശിനെ? ഓടണോ നീ? നീ ഓടണോളാ? കാട്ടാക്കടയുള്ള രമേശിനെ അറിയാം. എടോ, കാട്ടാക്കടയുള്ള രമേശിനെ അറിയാണ്ട് ഇവിടെ ഒരുത്തൻ ജീവിക്കണ്ട. വെറുതെ ഈ വില്ലേജിൽ ക്രിപ്പറാട്ട പൂച്ചട വളർത്തിക്കൊണ്ടിരിക്കണമാര്. അപ്പോൾ ശരി എന്നാൽ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ചാനൽ നല്ല സബ്സ്ക്രൈബ് ചെയ്തോളാം. ഇത് പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.